അങ്ങനെ നമ്മുടെ നീതുവിനെ അമ്പലത്തിലേക്ക് കല്യാണം കഴിപ്പിക്കാൻ കൊണ്ടുവരുന്നുണ്ട് അവളുടെ അമ്മയും അച്ഛനും ഏട്ടനും കൂടി. എന്തായാലും നീതു ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ അത്ര തിരക്കെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ നീതുവിൻ്റെ അമ്മ ഒന്നും പറയാതെ വായ നമുക്ക് പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കല്യാണ ചടങ്ങൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ഏട്ടൻ ഇന്ന് കല്യാണമാണോ എന്നാൽ നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ ഈ ഏട്ടൻ്റെ കല്യാണം കൂടാനാണ് വന്നതെന്ന്, എന്നാൽ ഞാൻ നേരെ വരില്ലായിരിക്കുമോ എന്നൊക്കെ പറയും. എല്ലാവരും ചിരിക്കുന്നുണ്ടാവും. അപ്പം നീതുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എന്തായാലും നീതുവിനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് അവളുടെ അമ്മയും അച്ഛനും പറയുന്നുണ്ടാവും നീ ഇവനെ ഇപ്പോൾ കല്യാണം കഴിക്കണം, എന്തായാലും ആ കുടുംബത്തേക്ക് ഞങ്ങൾ നിന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കില്ല, അതുകൊണ്ട് ഇവനെ നീ കല്യാണം കഴിച്ചേ പറ്റൂ ഇവൻ്റെ ഫ്രണ്ടിനെ എന്ന് പറയുന്നുണ്ട്. നീതു ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിക്കാൻ നോക്കുന്നുണ്ട്. അവളുടെ ഏട്ടനാണെങ്കിൽ വേഗം ബലം പ്രയോഗിച്ചിട്ട് ഫോണൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ നീതു ആകെ കുടുങ്ങിയ അവസ്ഥയാണ്. നീതുവിനെ വലിച്ചിട്ട് അവളുടെ അമ്മയും അച്ഛനും എന്തായാലും കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. ആ സമയത്ത് അവൾ പറയുന്നുണ്ട് എനിക്ക് ഈ കല്യാണം വേണ്ട, ഞാൻ ഹരീഷിനെയാണ് പ്രേമിക്കണം എന്നൊക്കെ ഒരുപാട് ഉറക്ക ഉച്ചത്തിൽ വിളിച്ച് കൂട്ടെങ്കിലും ആരും ഒന്നും കേൾക്കുന്നില്ല. എന്തായാലും എല്ലാ കുടുംബക്കാരും ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ എന്നെ മനഃപൂർവ്വം കുടുക്കിയതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും താലി കെട്ടാൻ ആ നിമിഷം അവൾ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ഗർഭിണിയാണ്, ഹരീഷും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ 2 മാസം ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞത്. ഈ വിവരം ഹരീഷിനും അറിയാം. ഹരീഷ് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അവൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ എന്നെ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാരൊക്കെ നാണം കെട്ടിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അമ്മയും അച്ഛനും ഒരുപാട് നീതുവിനെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. നീ എന്തിനാടി ഞങ്ങൾ എങ്ങനെ നാറ്റിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീഷാണ് ശൂലം കുത്തിയിട്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെ 4 പുറം പ്രദക്ഷിണയൊക്കെ വയ്ക്കുന്നുണ്ട് നിധിക്ക് വേണ്ടിയിട്ട്, നിധിക്ക് അവനോട് സിമ്പതി തോന്നാൻ വേണ്ടിയിട്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ വെളിച്ചപ്പാട് വരുന്നുണ്ട്. വെളിച്ചപ്പാട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും ദിവസം എന്നെ കാണാൻ വരാൻ വയ്യല്ലേ, എന്തായാലും ഇപ്പോൾ നിങ്ങൾ എന്നെ കാണാൻ വന്നല്ലോ, എന്തായാലും ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് കഴിയും, ഇനി നിങ്ങളുടെ കുടുംബത്തിൽ വെച്ചടിയൊക്കെ കയറ്റായിരിക്കും, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് വെളിച്ചപ്പാട്. ആ സമയത്ത് നമ്മുടെ നിധി മെല്ലെ പോയിട്ട് ചോദിക്കുന്നുണ്ട് സുഭാഷ് ഏട്ടൻ്റെ കല്യാണം എപ്പോഴാണ് നടക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വെളിച്ചപ്പാട് പറയുന്നുണ്ട് മുടങ്ങിയ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കും, എന്തായാലും നടന്ന കല്യാണം മുടങ്ങിയ പോലെയുള്ള അവസ്ഥയില്ലേ അത് എത്രയും പെട്ടെന്ന് ശരിയാവും, ഇനി നിങ്ങളുടെ കുടുംബത്തിന് എല്ലാ ഐശ്വര്യവും വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആൾക്കാരൊക്കെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് വെളിച്ചപ്പാട് പറഞ്ഞാൽ ഞാൻ അതേപോലെ നിങ്ങളുടെ കുടുംബത്തിന് സംഭവിക്കും, നിങ്ങളുടെ കുടുംബത്തിലെ കഷ്ടപ്പാടൊക്കെ തീർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാ കൊല്ലം മുടങ്ങാതെ കുടുംബക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ പറയുന്നുണ്ട് അവിടുത്തെ പൂജാരി. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടനും എല്ലാവരും കുടുംബാംഗങ്ങളും മടങ്ങുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടനും ചാന്ദിനിയും കൂടുതൽ അടുക്കുന്നുണ്ട്. അവർ തമ്മിൽ നല്ല വർത്തമാനം പറയലും സംസാരിക്കലും കൂടുതൽ അടുക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.